അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പഠിക്കുന്നത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഏതൊരു പരീക്ഷയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് മാത്രമല്ല, അക്കൗണ്ടൻസി പഠിക്കുന്നയാൾ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. അപ്പോൾ ഇതിൻ്റെ ക്യാപിറ്റൽ ഏതാണ്, റവന്യൂ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ കൃത്യമായി നമുക്ക് ചെയ്യാൻ പറ്റാതെ ഒരിക്കലും നമ്മൾ അക്കൗണ്ടൻസിയിൽ വലുതായിട്ടൊന്നും പഠിക്കാനോ പറയാനോ പറ്റില്ല. പ്രധാനമായും കേൾക്കുക, ഒരു ബിസിനസ്സിലുണ്ടാകുന്ന സർവ്വ ഐറ്റങ്ങളെന്ന് പറയുമ്പോൾ റെസീറ്റ്, പേയ്മെൻറ്റ്, എക്സ്പെൻഡിച്ചർ, ഇൻകം, പ്രോഫിറ്റ്, ലോസ്, എല്ലാ ഐറ്റത്തിനെയും നമ്മൾ രണ്ടായി തിരിക്കും. ക്യാപിറ്റൽ ഐറ്റം, റവന്യൂ ഐറ്റം. അതായത് ഇപ്പോൾ റെസീറ്റ് ആണെങ്കിൽ അതിനകത്ത് ക്യാപിറ്റൽ റെസീറ്റ് ഉണ്ട്, റവന്യൂ റെസീറ്റ് ഉണ്ട്. എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. പേയ്മെൻ്റ് എടുത്താലും ക്യാപിറ്റൽ പേയ്മെൻ്റ് ഉണ്ട്, റവന്യൂ പേയ്മെൻ്റ് ഉണ്ട്. ലോസോ പ്രോഫിറ്റോ ഏതെടുത്താലും അതിനകത്ത് ക്യാപിറ്റൽ ലോസ്, റവന്യൂ ലോസ്, ക്യാപിറ്റൽ പ്രോഫിറ്റ്, റവന്യൂ പ്രോഫിറ്റ്, ഇങ്ങനെ എല്ലാ ഐറ്റംസിനെയും നമ്മൾ രണ്ടായി തിരിക്കും. ക്യാപിറ്റൽ ഐറ്റം ഒന്നും റവന്യൂ ഐറ്റം ഒന്നും. ഇങ്ങനെ രണ്ടായി തിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തിനാണ് ഇത് രണ്ടായി തിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം, ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്തിന് നടത്തുന്നു എന്നുള്ളതാണ്. റവന്യൂ ക്യാപിറ്റൽ സെപ്പറേഷൻ നടത്തുന്നത് ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്. The distinction between capital and revenue items is made for the purpose of preparing final accounts. അത് നമ്മൾ ആദ്യമായി കേൾക്കണ്ടേ. The separation between capital item and revenue item is made for the purpose of preparing final accounts, trading account, profit and loss account, balance sheet, etc. ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് ക്യാപിറ്റൽ റവന്യൂ വേർതിരിവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. For what purpose we have to make a clear distinction between capital and revenue item എന്ന് ചോദിച്ചാൽ only for the purpose of preparing final accounts. ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ ഐറ്റവും റവന്യൂ ഐറ്റവും വേർതിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേർതിരിവെന്ന് പറയുമ്പോൾ അതെന്തിനാണ് അങ്ങനെ ഒരു വേർതിരിവ്, അത് പറയാം. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഒന്ന് ഒരു റവന്യൂ സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തത് ക്യാപിറ്റൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അതാണ്. ഒന്ന് റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തത് ക്യാപിറ്റൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് ക്യാപിറ്റൽ സ്റ്റേറ്റ്മെൻറ്റ്? റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ദ പർപ്പസ് ഓഫ് അസർട്ടൈനിങ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ ലാഭനഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ദിസ് ക്യാപിറ്റൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ഓർ ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ക്യാപിറ്റൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ലാഭനഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ഈ റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് പാർട്ട് ട്രേഡിംഗ് അക്കൗണ്ട്, സെക്കൻഡ് പാർട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫസ്റ്റ് പാർട്ട് റവന്യൂ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിന് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയും, സെക്കൻഡ് പാർട്ടിന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയും. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിന് ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുക. ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ക്യാപിറ്റൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനെ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും, സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും, ബാലൻസ് ഷീറ്റ് എന്ന് പറയും. ക്യാപിറ്റൽ സ്റ്റേറ്റ്മെൻറ്റ്, പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റാറ്റസ് സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ക്യാപിറ്റൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ കാര്യം പറഞ്ഞില്ല, എന്തിനാണ് ക്യാപിറ്റൽ റവന്യൂ സെപ്പറേഷൻ ഇത് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ, റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം, റവന്യൂ അക്കൗണ്ട് എന്ന് പറയാം. റവന്യൂ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് റവന്യൂ ഐറ്റം മാത്രമേ എടുക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ വൈൽ പ്രിപ്പയർ ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വി ടേക്ക് ഓൺലി റവന്യൂ ഐറ്റംസ് ആൻഡ് all the capital items should go to the balance sheet. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്,
ക്യാപിറ്റൽ റവന്യൂ സെപ്പറേഷൻ നടത്തുന്നത് ഫോർ ദി പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ എൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, വൈൽ പ്രിപ്പയറിംഗ് ദ ഫൈനൽ അക്കൗണ്ട്സ്, ഇത് രണ്ടും കൂടി ചേർന്നാണല്ലോ ഫൈനൽ അക്കൗണ്ട്സ്. വൈൽ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ്, all revenue items should go to the revenue statement or trading and profit and loss account, and all capital items should go to the balance sheet. എല്ലാ റവന്യൂ ഐറ്റവും ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകണം, എല്ലാ ക്യാപിറ്റൽ ഐറ്റവും ബാലൻസ് ഷീറ്റിലേക്ക് പോകണം. അപ്പോൾ റവന്യൂ ഐറ്റം എല്ലാം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകണം, ക്യാപിറ്റൽ ഐറ്റം എല്ലാം ബാലൻസ് ഷീറ്റിലേക്ക് പോകണം. ഇതാണ് വ്യവസ്ഥ, ഇതാണ് കണ്ടീഷൻ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ റവന്യൂ ഐറ്റവും ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയാലേ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം കറക്റ്റ് ആയിരിക്കുള്ളൂ. അതുപോലെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് ക്യാപിറ്റൽ ഐറ്റം മാത്രമേ എടുക്കാവൂ. എനി ഇംപ്രോപ്പർ അലോക്കേഷൻ മേ ഫാൾസിഫൈ ദ ഫൈനൽ റിസൾട്ട്സ് ഓഫ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് വെൽ ആസ് ബാലൻസ് ഷീറ്റ്. തെറ്റായിട്ടൊരു അലോക്കേഷൻ നടത്തിയാൽ, തെറ്റായിട്ട് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, ക്യാപിറ്റൽ ഐറ്റം എല്ലാം ബാലൻസ് ഷീറ്റിലേക്ക് പോകണം, റവന്യൂ ഐറ്റം എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരണം. While preparing the final accounts, all revenue items should go to the trading and profit and loss account, I mean revenue statement, and all capital items should go to the balance sheet. Any improper allocation may falsify the final result of trading profit and loss account and balance sheet. അഥവാ റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഒരു ഇംപ്രോപ്പർ അലോക്കേഷൻ നടത്തിയാൽ ഉറപ്പായും അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തെറ്റും, ബാലൻസ് ഷീറ്റും തെറ്റും. അതുകൊണ്ട് എല്ലാ ഏത് ഐറ്റം ബിസിനസ്സിൽ നമ്മൾ മുന്നിൽ വന്നാലും, റെസീറ്റോ എക്സ്പെൻഡിച്ചറോ ഇൻകമോ ലോസോ പ്രോഫിറ്റോ ഏത് വന്നാലും അതിനെ ക്യാപിറ്റലാണോ റവന്യൂ ആണോ എന്ന് വേർതിരിക്കണം. ശരി, അപ്പോൾ അതിന് ലക്ഷ്യം നമ്മൾ പറയും. ഇനി നമുക്ക് പഠിക്കേണ്ടത് ക്യാപിറ്റൽ ഐറ്റവും റവന്യൂ ഐറ്റവും ഓരോ ഹെഡ് എടുക്കാം. ആദ്യം പറയേണ്ടത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. അപ്പോൾ അത് ഓരോന്ന് പറയാണ്. Capital expenditure, revenue, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ രണ്ടും പറയുന്നു. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മറ്റൊന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ, എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? ഇത് നമ്മൾ ഒരു വാചകത്തിൽ ഒതുക്കുകയല്ല, ഓരോരോ കാര്യങ്ങൾ പറയുന്നു. അപ്പോഴാ വേർതിരിവ് നമുക്ക് വളരെ വ്യക്തമാകണം. അത് പറഞ്ഞു തീരുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ഒരു ഐറ്റം കേട്ടാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഓരോന്ന് പറയുന്നു. ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എപ്പോഴും നോൺ റെക്കറിംഗ് നേച്ചർ ആയിരിക്കും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് നോൺ റെക്കറിംഗ് നേച്ചർ. Capital expenditure is an expenditure of non-recurring nature. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് റെക്കറിംഗ് നേച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോൺ റെക്കറിംഗ് നേച്ചറുള്ള എക്സ്പെൻഡിച്ചറാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഇവിടെ നിങ്ങൾ തന്നെ പറയണം, റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് റെക്കറിംഗ് നേച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ റെക്കറിംഗ് നേച്ചറുള്ള എക്സ്പെൻഡിച്ചറാണ്. ഇനി എൻ്റെ കാര്യം പറയാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോൺ റെക്കറിംഗ് നേച്ചറുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ, റെക്കറി എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക. അപ്പം നോൺ റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കാത്തത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഉണ്ടായാൽ പിന്നെ ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് നോൺ റെക്കറിംഗ് നേച്ചർ എന്നാണ് പറഞ്ഞത്. ആവർത്തന സ്വഭാവമില്ലാത്ത എക്സ്പെൻഡിച്ചറാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അത് ആവർത്തിക്കുകയൊക്കെ ചെയ്യും, ആവർത്തന സ്വഭാവം ഇല്ലാന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ ആഹാരം കഴിക്കുന്നു. ആഹാരം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നോൺ റെക്കറിംഗ് നേച്ചറാണോ റെക്കറിംഗ് നേച്ചറാണോ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. അത് റെക്കറിംഗ് നേച്ചറാണ്. നമ്മൾ 2 സെൻറ്റ് വസ്തു മേടിക്കുന്നു, അത് റെക്കറിംഗ് നേച്ചറാണോ? എല്ലാ ദിവസവും അല്ലെങ്കിൽ കൂടെ നമ്മളിങ്ങനെ വസ്തു മേടിച്ചിട്ടിരിക്കുകയാണോ? അല്ല, അത് നോൺ റെക്കറിംഗ് നേച്ചറുള്ള എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 സെൻറ്റ് വസ്തു മേടിച്ചു, പിന്നെ ഇനി അടുത്ത മാസം വാങ്ങിക്കൂടാ എന്നൊന്നുമില്ല. പക്ഷേ അതിൻ്റെ നേച്ചർ നോൺ റെക്കറിംഗ് ആണ്. അപ്പോൾ വീണ്ടും ഞാനിവിടെ പറഞ്ഞത് ആഹാരം കഴിക്കുമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ എല്ലാ ദിവസവും കഴിക്കും. ചിലപ്പോൾ 1, 2, 3 ദിവസം നമ്മൾ നിരാഹാരത്തിലാണെങ്കിൽ പോലും ആഹാരം കഴിക്കുക എന്നുള്ളത് ഒരു റെക്കറിംഗ് നേച്ചറുള്ള ആക്ടിവിറ്റിയാണ്.
അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ആവർത്തന സ്വഭാവം ഇല്ലാത്ത എക്സ്പെൻഡിച്ചർ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒരിക്കലും പിന്നീടൊന്നും ഉണ്ടാവില്ല എന്നല്ല. നമ്മൾ വീട്ടിലേക്ക് കുറച്ച് ഫർണിച്ചർ വാങ്ങി. ഈ ഫർണിച്ചർ വാങ്ങി എന്ന് പറയുമ്പോൾ ഇന്ന് കുറേ ഒരു 1,00,000 രൂപയുടെ ഫർണിച്ചർ ഇന്ന് വാങ്ങി, അടുത്ത ദിവസം 1,00,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി, അതിനടുത്ത ദിവസം 1,00,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി, അല്ലെങ്കിൽ മാസം തോറും ഇങ്ങനെ വാങ്ങി, അല്ലെങ്കിൽ ആണ്ടുതോറും ഇങ്ങനെ, അങ്ങനെയില്ല. നമ്മൾ ഒരിക്കൽ ഫർണിച്ചർ വാങ്ങി, ഇനി ഒരിക്കൽ വാങ്ങിക്കൂടാ എന്നില്ല, വാങ്ങി എന്ന് വെച്ചേക്കാം. പക്ഷേ വീണ്ടും അത് ഉണ്ടാകുക എന്നുള്ളത് അതിൻ്റെ സ്വഭാവമല്ല എന്നേ ഉള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് നോൺ റെക്കറിങ് നേച്ചർ. എന്ന് പറഞ്ഞാൽ ആവർത്തന സ്വഭാവം ഇല്ലാത്ത എക്സ്പെൻഡിച്ചറാണ് ചിലപ്പോൾ ആവർത്തിച്ചുക. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് റെക്കറിങ് നേച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ആവർത്തന സ്വഭാവം, ഇത് റെക്കറിങ് നേച്ചറാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എപ്പോഴും റെക്കറിങ് നേച്ചറുള്ള എക്സ്പെൻഡിച്ചറാണ്, റെക്കറിങ് നേച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് നോൺ റെക്കറിങ് നേച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് റെക്കറിങ് നേച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എപ്പോഴും ആവർത്തന സ്വഭാവമുള്ള എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ആവർത്തന സ്വഭാവം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത് എല്ലാ ദിവസവും അങ്ങനെ, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ഉണ്ടാവും, എല്ലാ മാസത്തിലും ഉണ്ടാവും, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ സ്വഭാവം അങ്ങനെയാണെന്നേ പറഞ്ഞോളൂ. അത് ആവർത്തിക്കുക എന്നതാണ് സ്വഭാവം. നമ്മളിപ്പോൾ ആളുകൾക്ക് സാലറി കൊടുക്കുന്നു, അതിങ്ങനെ എല്ലാ മാസങ്ങളിലും അല്ലെങ്കിൽ അത് ഒരു പീരീഡ് വെച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അത് റെക്കറിങ് നേച്ചറാണ്. ചിലപ്പോൾ നമ്മളൊരു മാസം കൊടുത്തില്ല എന്നിരിക്കും, പക്ഷേ അത് പിന്നീട് കൊടുക്കണം. അത് റെക്കറിങ് നേച്ചറാണ്. എൻ്റെ സ്വഭാവം അതിങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്ലാവിലി ചക്ക പിടിക്കുന്നു, അതെന്ത് നേച്ചറാണ്? പ്ലാവിലി ചക്ക പിടിക്കുക എന്ന് പറയുമ്പോൾ എന്ത് നേച്ചറാണ്? റെക്കറിങ് നേച്ചറാണ്. ചിലപ്പോൾ ഒരു വർഷം കുറേ ചക്ക പിടിച്ചു, 2 വർഷം കായ്ച്ചില്ല എന്നിരിക്കും, 3-ാമത്തെ 4-ാമത്തെ വർഷമായിരിക്കും പിന്നെ പിടി. എങ്കിലും പ്ലാവിൻ്റെ സ്വഭാവമാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ തുടർച്ചയായി ചക്ക പിടിക്കുക എന്നുള്ളതാണ്. അതേ ഉള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നോൺ റെക്കറിങ് നേച്ചറുള്ള എക്സ്പെൻഡിച്ചറാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് റെക്കറിങ് നേച്ചറുള്ള എക്സ്പെൻഡിച്ചറാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് റെക്കറിങ് നേച്ചർ. രണ്ടാമത്തത്, എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മുടെ ബിസിനസ്സിൽ സംഭവിക്കുന്നത് ഇൻകേർഡ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കുന്നത് കുറേ വർഷങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ്, തൽക്കാലത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ 2020 ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായാൽ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 2020 ഇനി തുടർന്ന് വരുന്ന പല വർഷങ്ങളിലേക്കാണ്. എത്ര വർഷമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കുറേ വർഷങ്ങളിലേക്ക് വേണ്ടി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ, അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾ പറയുന്നത്, നമ്മളിപ്പോൾ കുറച്ച് വസ്തു വാങ്ങി, അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. കാരണം എന്തുകൊണ്ട്? പർച്ചേസ് ഓഫ് ലാൻഡ്, പർച്ചേസ് ഓഫ് മെഷീനറി, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, ഇതൊക്കെ എന്തുകൊണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി? ഇത് നാളെ ആവർത്തിക്കുന്ന സ്വഭാവമുള്ളതല്ല. വേറെയും കാരണങ്ങളുണ്ട്, അത് പിന്നെ പറയാം. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നോൺ റെക്കറിങ് നേച്ചറുള്ള എക്സ്പെൻഡിച്ചറാണ്. അതുണ്ടാകുന്നത് കുറേ വർഷങ്ങളിലേക്ക് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അല്ലെങ്കിൽ 2 തരത്തിൽ പറയാം നമുക്ക്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ എ ലോങ് പീരീഡ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കുന്നത് ഒരു നീണ്ട കാലയളവിലേക്കാണ്, ഫോർ എ ലോങ് പീരീഡ്. ഇവിടെയാണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് only for the current year in which it is incurred. or revenue expenditure എന്ന് പറയുന്നത് അത് ഏത് വർഷമാണോ ഉണ്ടാകുന്ന ആ വർഷത്തേക്ക് മാത്രം. അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് only for the current year. അത് ആ കറണ്ട് ഇയറിലേക്ക് മാത്രം. 2020 റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടായാൽ അത് 2020 മാത്രമാണ്. 2020 നിങ്ങൾക്ക് ജോലി ചെയ്തതിന് ശമ്പളം തന്നിട്ടുണ്ടെങ്കിൽ അത് 2020 തീർന്നു. 2021 ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ശമ്പളം തരണം. അതാണ്. പക്ഷേ നിങ്ങൾക്ക് തരുന്ന ശമ്പളത്തിൻ്റെ ഒരു വർഷം നിങ്ങൾക്ക് തരുന്ന ശമ്പളം 10 ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ. ആ 10 ലക്ഷം രൂപയുടെ ശമ്പളം, ആ 10 ലക്ഷം രൂപ ശമ്പളമായി 2020 നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ 2020 ജോലി ചെയ്യും. അതിൻ്റെ പേര് 2021 ജോലി ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ ആ എക്സ്പെൻഡിച്ചർ ആ ഒരു പീരീഡിലേക്ക് മാത്രമാണ്. പക്ഷേ ഈ 2020 നിങ്ങൾക്ക് തന്ന ശമ്പളം 10 ലക്ഷം രൂപ എന്നുള്ളത് നിങ്ങൾക്ക് ശമ്പളമായി തരാതെ അത് കൊടുത്ത് ഞാനൊരു ഇച്ചിരി വീടും ഒരു വസ്തുവും മേടിച്ചിരുന്നെങ്കിൽ എത്രയോ കാലം എനിക്ക് അതിനകത്ത് താമസിക്കാം. അവിടെ ആ പറമ്പിൽ തെങ്ങുണ്ടെങ്കിൽ എത്രയോ കാലം അതിൻ്റെ തേങ്ങ എനിക്ക് എടുക്കാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ചിലവ് കുറേ വർഷങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് നോൺ റെക്കറിങ് നേച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് റെക്കറിങ് നേച്ചർ പറയണം. 2, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ എ ലോങ് പീരീഡ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ദി കറണ്ട് ഇയർ only.
റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ദി കറണ്ട് ഇയർ ഉള്ളി. ഇവിടെയും അതാ പറഞ്ഞത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ എ ലോങ് പീരീഡ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ദി കറണ്ട് ഇയർ ഉള്ളി. മൂന്നാമത്തത്, അത് ഈ രണ്ടാമത്തെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ഈൽഡിംഗ് ബെനിഫിറ്റ്സ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായാൽ അതിൻ്റെ നേട്ടം നമുക്ക് വർഷങ്ങളോളം കിട്ടും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ഈൽഡിംഗ് ബെനിഫിറ്റ്സ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് നമുക്ക് വർഷങ്ങളോളം കിട്ടും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ഈൽഡിംഗ് ബെനിഫിറ്റ്സ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് നമുക്ക് വർഷങ്ങളോളം കിട്ടും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് ഇവിടെയും റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിൽ yield the benefit for a number of years. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ഗെറ്റിംഗ് ഓർ ഫോർ yielding benefits for a number of years. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ നിന്നുള്ള നേട്ടം നമുക്ക് വർഷങ്ങളോളം കിട്ടും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിൽ ഗെറ്റ് ബെനിഫിറ്റ് ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ഏണിംഗ് ഓർ ഫോർ ഗെറ്റിംഗ് ഓർ ഫോർ yielding benefits for a number of years. കുറേ വർഷങ്ങളിൽ അതിൻ്റെ നേട്ടം കിട്ടും. റവന്യൂ എക്സ്പെൻഡിച്ചർ വിൽ ബെനിഫിറ്റ് only for the current year in which it is incurred. ഏത് വർഷമാണോ അത് ഉണ്ടായത് ആ വർഷം മാത്രമേ അതിൻ്റെ വാടക കിട്ടുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുത്താൽ കൊടുക്കുന്ന വാടക ആ കൊടുക്കുന്ന നാളത്തേക്ക് മാത്രമാണ്. പക്ഷേ ആ കാശ് കൊടുത്ത് നമ്മളത് വിലയ്ക്ക് മേടിച്ചിരുന്നെങ്കിൽ അത് നമുക്ക് കുറേ വർഷങ്ങളിൽ അതിൻ്റെ നേട്ടം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഓഫ് റെക്കറിംഗ് നോൺ റെക്കറിംഗ് നേച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ റെക്കറിംഗ് നേച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ആവർത്തന സ്വഭാവമില്ല, റവന്യൂ എക്സ്പെൻഡിച്ചറിന് ആവർത്തന സ്വഭാവം ഉണ്ട്. Then capital expenditure is incurred for a long period, revenue expenditure is incurred for the current year only. Third point, capital expenditure will yield benefits for a number of years, revenue expenditure will benefit the business only for the current year in which it is incurred. റവന്യൂ എക്സ്പെൻഡിച്ചറുടെ ബെനിഫിറ്റ് അത് എന്നാണോ ഉണ്ടായത് അന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അടുത്തത് നാലാമത്തത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിൽ ഇൻക്രീസ് ദ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ് ഓർ ദ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊണ്ട് സംഭവിക്കുന്ന ഇതാണ്. ഒന്ന്, ഇറ്റ് വിൽ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ഇൻക്രീസിങ് ദ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ് ഓർ ഫോർ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഒരു ബിസിനസ്സിൽ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായാൽ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒന്നുകിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടും, അതല്ലെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ നമ്മുടെ ബിസിനസ്സിൻ്റെ ഏതെങ്കിലും ഫിക്സഡ് അസറ്റിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കും. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടുന്നതോ ഒരു സ്ഥിരാസ്തിയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതോ ആയ ചെലവുകളെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കും. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ഇൻക്രീസിങ് ദ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ് ഓർ ഫോർ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഇതിപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. എന്ത് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞ്, പ്രോഫിറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിൽ ഇൻക്രീസ്. എന്ത് ഇൻക്രീസ് ചെയ്യും? ഇൻക്രീസ് ഒന്ന് ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കൂട്ടും. അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി, പ്രോഫിറ്റ് കൂട്ടും എന്നല്ല ഞാൻ പറഞ്ഞ, പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി കൂട്ടും. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇത് എബിലിറ്റി ഓർ ദ കപ്പാസിറ്റി ടു മേക്ക് പ്രോഫിറ്റ് ഓർ ടു ജനറേറ്റ് പ്രോഫിറ്റ്, അതാണ് പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയും. അപ്പോൾ ബിസിനസ്സിൻ്റെ ഫിക്സഡ് അസറ്റിൻ്റെ മൂല്യം കൂട്ടുന്നതോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി കൂട്ടുന്നതോ ആയ എക്സ്പെൻഡിച്ചറാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ഇൻക്രീസിങ് ദ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ് ഓർ ഫോർ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അങ്ങനെയില്ല. റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്ന ഈ ആവശ്യമല്ല, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ മെയിൻറ്റെയിനിങ്, capital expenditure is incurred for increasing the profit earning capacity of the business or for increasing the value of fixed asset.
ഒന്നുകിൽ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്. ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായാൽ രണ്ട് കാര്യത്തിൽ ഒന്ന് ഉറപ്പാണ്. ഒന്നുകിൽ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിക്കും, അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഫിക്സഡ് അസറ്റുകളുടെ ആകെയുള്ള ആ മൂല്യം വർദ്ധിക്കും. റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടായാൽ ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാനേ ഉള്ളൂ. റവന്യൂ എക്സ്പെൻഡിച്ചർ വിൽ മെയിൻറ്റെയിൻ ദ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്, ഓർ ഇറ്റ് വിൽ മെയിൻറ്റെയിൻ the value of fixed asset. അപ്പോൾ revenue expenditure is incurred for maintaining the profit earning capacity or the value of fixed asset. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ നിലനിർത്തും, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി നിലനിർത്തുന്ന ചിലവാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അല്ല റവന്യൂ എക്സ്പെൻഡിച്ചർ. നമ്മൾ പറഞ്ഞതിപ്പോൾ നമ്മൾ 2 ലക്ഷം രൂപ ശമ്പളം കൊടുത്തു. 2 ലക്ഷം രൂപ ശമ്പളം കൊടുത്തതിന് ശേഷം 2 ലക്ഷം രൂപയാണ് ശമ്പളം കൊടുത്തത്. 2 ലക്ഷം രൂപ ശമ്പളം കൊടുത്തതിന് ശേഷം ബിസിനസ്സിൽ 10 ലക്ഷം രൂപ ലാഭം ഉണ്ടായി. 2 ലക്ഷം രൂപ ശമ്പളം കൊടുത്തതിന് ശേഷമാണ് നമുക്ക് 10 ലക്ഷം രൂപ ലാഭം ഉണ്ടായത്. അപ്പോൾ ഈ 2 ലക്ഷം രൂപ ശമ്പളം കൊടുക്കാതെ അടുത്ത വർഷം വരികയാണ്. അപ്പോൾ ഇത് 2020-ലാണെന്നിരിക്കട്ടെ. 2020-ലാണ് 2 ലക്ഷം രൂപ ശമ്പളം സാലറി കൊടുത്തതിന് ശേഷം നമുക്ക് 10 ലക്ഷം രൂപ ലാഭം കിട്ടിയത്. അപ്പോൾ 2021-ൽ ഈ ശമ്പളം കൊടുക്കാതിരുന്നാൽ ലാഭം 12 ലക്ഷമാകുമോ? 2021-ൽ നമ്മൾ ശമ്പളം കൊടുക്കുന്നില്ല, അപ്പോൾ ലാഭം 12 ലക്ഷമാകുമോ? ആകില്ല. കാരണം ഈ ശമ്പളം കൊടുക്കുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ലാഭം എത്രയാണോ അത് നിലനിർത്തണമെങ്കിൽ പഴയതുപോലെയുള്ള ചിലവുകൾ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കണം. അത് സാലറി കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം, വേജസ് കൊടുക്കണം, ഇൻഷുറൻസ് അടയ്ക്കണം, പ്രിൻറ്റിംഗ് ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട്. ഈ ചിലവുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അത് നടന്നാലേ നമുക്ക് പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ അറിയേണ്ടത്, നമ്മൾ ആ പൈസ കൊടുത്തൊരു ലോറി വാങ്ങി. എന്നും നമ്മൾ വാടകയ്ക്ക് ലോറി എടുത്താണ് സാധനങ്ങൾ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്ത്. പക്ഷേ കുറച്ച് പണം മുടക്കി നമ്മളൊരു ലോറി വാങ്ങി. ലോറി വാങ്ങിയാൽ നമുക്ക് 2 കാര്യങ്ങളാണ് അവിടെ നേട്ടം ഉണ്ടാകുക. 2 കാര്യങ്ങളിലാണ് മാറ്റം ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മുടെ മൊത്തം ഫിക്സഡ് അസറ്റ് കൂടി. 2, അപ്പോൾ ഫിക്സഡ് അസറ്റ് കൂടിയാലത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. 2, ഈ ലോറി എടുത്തതോടുകൂടി നമ്മുടെ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി കൂടി. അതെങ്ങനെയാണ് ലോറി എടുത്താൽ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി കൂടുന്നത്? ലോറിക്കകത്താണ് ലാഭം ഇരിക്കുന്നത്? അല്ല. നമ്മൾ ഒരു ലോഡ് സാധനം നമ്മൾ ലോറിയിൽ കൊണ്ടുവരുമ്പോൾ കൊടുക്കേണ്ടി വരുന്നൊരു വാടകയുണ്ട്. നമ്മുടെ സ്വന്തം ലോറി ആകുമ്പോൾ നമുക്ക് അത്രയും ചിലവ് വരില്ല. വെറുതെ വരുമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ലോറി ഡ്രൈവർക്ക് പൈസ കൊടുക്കണം, ലോറിയുടെ ഡിപ്രിസിയേഷനും മെയിൻ്റനൻസ് കോസ്റ്റും ഉണ്ട്, പിന്നെ അതിൻ്റെ ഇന്ധനത്തിൻ്റെ ചിലവുണ്ട്. എല്ലാം നോക്കിയാലും നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന ലോറിയേക്കാൾ ചിലവായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ചിലവ് കൊണ്ട് നമ്മുടെ ആ പർട്ടിക്കുലർ എക്സ്പെൻസ് കൊണ്ട്, ആ ലോറി വാങ്ങിയത് കൊണ്ട് നമ്മളെ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി, അല്ലെങ്കിൽ ദ കപ്പാസിറ്റി ഓഫ് എ ബിസിനസ് ടു ജനറേറ്റ് പ്രോഫിറ്റ്, അത് വിൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പെൻസ് കൊണ്ട് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്, എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ ദ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ് ഓർ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി കൂടുകയോ ഫിക്സഡ് അസറ്റിൻ്റെ മൂല്യം കൂട്ടുകയും ചെയ്യും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇവിടെ പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി നിലനിർത്തുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു എക്സാമ്പിൾ. നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ, അല്ലെങ്കിൽ നമ്മൾ ഈ വാങ്ങിയ ലോറിക്ക് പെട്രോൾ അടിച്ചു, അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. കാരണം ലോറി ഓടണമെങ്കിൽ അത് വേണം. ലോറിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് റിപ്പയർ ചെയ്യുന്നു, അത് ആവശ്യമാണ്. അത് അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ആ ലോറിക്കൊരു ഒരു എന്തോ നമ്മൾ പറയുന്നത്, അതൊരു പവറുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ലെവലുണ്ട്. ആ ലെവൽ, നമ്മളിപ്പോൾ ഒരു ഡെസ്ക്, അതിൻ്റെ ഒരു കാലം കുടിഞ്ഞു പോയി, അപ്പോൾ അത് റിപ്പയർ ചെയ്ത് നന്നാക്കി വീണ്ടും നേരെ വെച്ചു. ആ നേരെ വെച്ചു എന്ന് പറയുമ്പോൾ റിപ്പയറിനെ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി കൂട്ടാമോ റവന്യൂ എക്സ്പെൻഡിച്ചറായി കൂട്ടാമോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി കൂടണമെങ്കിൽ ആ റവന്യൂ, ആ നടത്തിയ റിപ്പയർ കൊണ്ട് അസറ്റിൻ്റെ വില കൂടണം. അസറ്റിൻ്റെ വില കൂടിയാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 4 കാലിൽ നിന്ന് ഡെസ്ക്കാണ്, ഒരു കാല് ഒടിഞ്ഞു പോയി, അപ്പോൾ അതിൻ്റെ വില താന്നു, യഥാർത്ഥ വിലയിൽ നിന്ന് താന്നു. നമ്മളത് ഒരു കാല് വെച്ച് അത് ശരിയാക്കുമ്പോൾ വീണ്ടും അതിൻ്റെ യഥാർത്ഥ കപ്പാസിറ്റിയിലേക്ക് വരുന്നതല്ലേ ഉള്ളൂ. ആ ബെഞ്ച് ഉപയോഗിച്ച് നേരത്തെ 5 പേർക്ക് അതിനകത്ത് ബോർഡ് അല്ലെങ്കിൽ പേപ്പർ വെച്ച് എഴുതാൻ പറ്റും. അതിൻ്റെ കാല് നേരെ ഇട്ടെന്ന് വിചാരിച്ചാൽ അതിനകത്ത് 16 പേര് ഇരിക്കാൻ പറ്റും. അതിൻ്റെ കപ്പാസിറ്റി അത് തന്നെയുള്ളൂ. അതിൻ്റെ ഒറിജിനൽ കപ്പാസിറ്റിയിലേക്ക്, അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് വരാനുള്ള ചിലവാണത്. അല്ലാതെ അത് അസറ്റിൻ്റെ വില കൂടില്ല. അതിനകത്ത് അസറ്റിൻ്റെ വില കൂടും. എങ്ങനെയാണ്? നമ്മുടെ സൈക്കിളിൻ്റെ ബെല്ല് ചീത്തയായി, നമ്മൾ ആ സൈക്കിളിൻ്റെ ബെല്ല് നന്നാക്കി വെച്ചാൽ ഇറ്റ് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അത് സൈക്കിളിൻ്റെ വിലയെ ബാധിക്കില്ല. അത് സൈക്കിളിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് മാത്രമാണ്. സൈക്കിളിൻ്റെ വിലയുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമേ ആ ചിലവ് കൊണ്ട് പറ്റിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ സൈക്കിളിൻ്റെ ബെല്ല് ചീത്തയായപ്പോൾ
നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് നമുക്ക് ആ ബെല്ല് കൊള്ളത്തില്ല, എടുത്ത് കളഞ്ഞിട്ടൊരു സ്വർണ്ണത്തിൻ്റെ ബെല്ല് വാങ്ങി വെച്ചു. ശബ്ദം ഇത്തിരി കുറവാണെങ്കിലും സ്വർണ്ണത്തിൻ്റെ ബെല്ലാണ് വെച്ചിരിക്കുന്നത്. ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. കാരണം ഈ സ്വർണ്ണത്തിൻ്റെ ബെല്ല് വെച്ചതോടുകൂടി സൈക്കിളിൻ്റെ വില മാറി. സാധാരണ ഒരു ബെല്ല് ചീത്തയായി പുതിയൊരു ബെല്ല് വായിച്ചു വെച്ചാൽ സൈക്കിളിൻ്റെ വിലയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അത് സൈക്കിളിൻ്റെ അതിൻ്റെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യത്തേ ഉള്ളൂ. രണ്ടാമതും നമ്മൾ പറഞ്ഞത് എന്തായിരിക്കും? അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. കാരണം ദാറ്റ് പർട്ടിക്കുലർ ആക്ടിവിറ്റി വിൽ ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദി അസെറ്റ്. അത് ആ ബൈസിക്കിളിൻ്റെ വില കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ് എനി എക്സ്പെൻഡിച്ചർ ഇൻകോർഡ് ഫോർ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസെറ്റ് ഓർ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. എന്നാൽ എനി എക്സ്പെൻഡിച്ചർ ഇൻകോർഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസെറ്റ് ഓർ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി, അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അടുത്തത് 5. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. വൈൽ പ്രിപ്പയറിംഗ് ദ ഫൈനൽ അക്കൗണ്ട്സ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിൽ ഗോ ടു ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. എപ്പോഴും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ അസറ്റാണ്. അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാണിക്കേണ്ടത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിൽ ഗോ ടു ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഏതൊരു എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ട്രേഡിംഗ് അക്കൗണ്ട്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലായിരിക്കും കാണിക്കുക. All capital expenditure should go to the asset side of the balance sheet and revenue expenditure will go to the debit side of the profit and loss account. എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് പോകും. എല്ലാ റവന്യൂ എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലേക്ക് പോകും. ഇപ്പോൾ ഇതൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, capital expenditure it is a non-recurring nature, expenditure of non-recurring nature, it is an expenditure of recurring nature ഉറപ്പായി പറയണം. 2, capital expenditure is incurred for long period, then revenue expenditure is incurred for the current year only. 3, capital expenditure will benefit the business, capital expenditure will benefit the business for a number of years, but revenue expenditure will benefit the business only for the current year in which it is incurred. 4th, capital expenditure will increase the value of fixed asset or the profit earning capacity. 5th, revenue expenditure will maintain the profit earning capacity or value of fixed asset. 6, all capital expenditure should go to the asset side of the balance sheet and all revenue items or revenue expenditure should go to the debit side of the profit and loss account. 6, ബിസിനസ്സിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ കൊണ്ട് ആ ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയുമെങ്കിൽ എനി എക്സ്പെൻഡിച്ചർ വിച്ച് റെഡ്യൂസസ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എനി എക്സ്പെൻഡിച്ചർ വിച്ച് റെഡ്യൂസസ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് നമുക്കൊരു വാഹനം ഉണ്ടായിരുന്നു, ഒരു കാറ്. ആ കാറിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചാൽ അത് 16 കിലോമീറ്റർ ഓടും. 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചാൽ അത് 16 കിലോമീറ്റർ ഓടും. അപ്പോൾ 1 ലിറ്റർ പെട്രോൾ കൊണ്ട് 16 കിലോമീറ്റർ ഓടുന്ന ഒരു കാറാണ്. ഇത് ഇത്തിരി നമ്മൾ കുറച്ച് പണിയൊക്കെ ചെയ്തിട്ട് 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചാൽ 20 കിലോമീറ്റർ ഓടുന്ന തരത്തിലാക്കി ആ വണ്ടി. അപ്പോൾ 1 ലിറ്റർ പെട്രോളിന് നിങ്ങൾ പറയുന്ന 1 ലിറ്റർ പെട്രോളിന് ഇപ്പോൾ 80 രൂപയാണെങ്കിൽ 1 കിലോമീറ്റർ ഓടുമ്പോൾ നേരത്തെ നമുക്ക് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1 ലിറ്റർ പെട്രോളിന് എത്ര, ഒരു കിലോമീറ്റർ ഓടുമ്പോൾ എത്ര രൂപയുടെ പെട്രോളായി? 5 രൂപയുടെ പെട്രോളായി. 1 ലിറ്റർ പെട്രോളിന് 80 രൂപ. 1 ലിറ്റർ പെട്രോളിന് 80 രൂപ. അത് ഒഴിച്ചാൽ ഒരു കാറ് 16 കിലോമീറ്റർ ഓടും. അപ്പോൾ 1 കിലോമീറ്റർ ഓടുന്നതിന് നമ്മുടെ കയ്യിൽ നിന്ന് 5 രൂപ പെട്രോളിൻ്റെ ചിലവാകും, പെട്രോളിന് വേണ്ടി. പിന്നെ ഡ്രൈവറും ഒക്കെ വേറെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ 1 കിലോമീറ്റർ വണ്ടി ഓടുമ്പോൾ, 1 കിലോമീറ്റർ ആ വാഹനം ഓടുമ്പോൾ നമുക്ക് ഉള്ള ചിലവെന്ന് പറയുന്നത് 12 രൂപയാണ് എന്നിരിക്കട്ടെ. നമുക്ക് കിട്ടുന്നത് 15 രൂപയാണ്. ടാക്സിക്കാരാണ്. 1 കിലോമീറ്റർ ഓടുമ്പോൾ പെട്രോളിൻ്റെയും വണ്ടിയുടെ എല്ലാം കൂടെ ചിലവൂടെ ചേർത്തിട്ട് നമുക്ക് 12 രൂപ ചിലവാണ്. ഡ്രൈവറുണ്ട്, വണ്ടിയുടെ മെയിൻ്റനൻസ് ഉണ്ട്, ഇന്ധനമുണ്ട്, എല്ലാം കൂടെ 12 രൂപ ചിലവാകും. നമുക്ക് 15 രൂപ കിട്ടും. അപ്പോൾ 3 രൂപയാണ് 1 കിലോമീറ്റർ ആ ടാക്സി ഓടിയാൽ മുതലാളിക്ക് കിട്ടുന്ന 3 രൂപ. പക്ഷെ മുതലാളി ഈ കാറ് ഒരു 25,000 രൂപ ചിലവാക്കി കാറൊന്ന് പണിഞ്ഞു.
ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്ത് പണിഞ്ഞു. എന്തിനാണ് പണിഞ്ഞെന്ന് ചോദിച്ചാൽ അതിൻ്റെ കപ്പാസിറ്റി കൂട്ടണം, മൈലേജ് കൂട്ടാൻ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം സംഭവിക്കുന്നത് 80 രൂപയുടെ പെട്രോൾ ഒഴിച്ചാൽ 20 കിലോമീറ്റർ ഓടും. 80 രൂപയുടെ പെട്രോൾ ഒഴിക്കുമ്പോൾ 20 കിലോമീറ്റർ വണ്ടി ഓടും. 20 കിലോമീറ്റർ വണ്ടി ഓടുന്നു എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ 4 രൂപയെ പെട്രോളിനാവുള്ളൂ. 1 കിലോമീറ്റർ 4 രൂപ. അപ്പോൾ മൊത്തം ചിലവെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു 1 കിലോമീറ്റർ ഓടുമ്പോൾ 12 രൂപയാണ്. ഇപ്പോൾ 1 കിലോമീറ്റർ ഓടുമ്പോൾ 11 രൂപയാകത്തുള്ളൂ. നമുക്ക് 15 രൂപ കിട്ടും. അപ്പോൾ 11 രൂപയുള്ള ചിലവ് 15 രൂപ കിട്ടുമെങ്കിൽ കിലോമീറ്ററിന് ഒന്നിന് നമുക്ക് 4 രൂപ കിട്ടും. നേരത്തെ കിലോമീറ്ററിന് നമുക്ക് 3 രൂപയെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഇപ്പം നമ്മൾ പറഞ്ഞത് ഈ അവസാനം നടത്തി 25 രൂപയുടെ ഈ 25,000 രൂപയുടെ ഈ എക്സ്പെൻഡിച്ചർ, ആ റിപ്പയർ എന്ത് ചെയ്തു? ആ റിപ്പയർ കൊണ്ട് എന്തുണ്ടായി? റിപ്പയർ കോസ്റ്റിംഗ് ₹25,000 വിൽ ഇൻക്രീസ് ദ കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. അത് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് ദി മെഷീൻ, ആ മെഷീൻ്റെ കപ്പാസിറ്റി കൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറച്ചു. നേരത്തെ 12 രൂപ ചിലവായി കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ 1 കിലോമീറ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് 11 രൂപയെ ചിലവാകുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ 25,000 രൂപ എന്ന് പറയുന്ന കോസ്റ്റ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറച്ചു എന്നാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറച്ചു എന്ന് പറഞ്ഞാൽ എനി എക്സ്പെൻഡിച്ചർ ഇൻകോർഡ് ഫോർ റെഡ്യൂസിങ് ദി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് കാൾഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇവിടെയോ എനി എക്സ്പെൻഡിച്ചർ ഇൻകോർഡ് ഫോർ മെയിൻറ്റെയിനിങ് ദി ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കുമെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കും. അത് രണ്ടർത്ഥമാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കുന്നതും പ്രോഫിറ്റബിലിറ്റി കൂട്ടുന്നതും ഒരേ കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കുന്നു. ഏതെങ്കിലും എക്സ്പെൻഡിച്ചർ കൊണ്ട് ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറഞ്ഞാൽ ആ എക്സ്പെൻഡിച്ചർ, ആ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചിലവാക്കിയ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. എനി എക്സ്പെൻഡിച്ചർ ഇൻകോർഡ് ഫോർ റെഡ്യൂസിങ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് കാൾഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇവിടെ എക്സ്പെൻഡിച്ചർ ഇൻകോർഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. 15 രൂപയായിരുന്നു ഓപ്പറേറ്റിംഗ്, അല്ല 12 രൂപയായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അതുകൂടാതെ ആ നിലയിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ദിവസേന പെട്രോൾ ഒഴിക്കണം, വണ്ടിക്ക് റിപ്പയർ ഉണ്ടെങ്കിൽ നടത്തണം, മറ്റ് മെയിൻ്റനൻസ് കോസ്റ്റ് കൊടുക്കണം, നടത്തണം, പിന്നെ ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കണം. അതൊക്കെ സാധാരണഗതിയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ചിലവാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ കൊണ്ട് ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയുകയാണെങ്കിൽ ദ കോസ്റ്റ് വിച്ച് ഇൻകേർഡ് ഫോർ റെഡ്യൂസിങ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഈസ് കാൾഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ദ കോസ്റ്റ് വിച്ച് ഈസ് ഇൻകേർഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ ഈസ് കാൾഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇതൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഒരു കാര്യം കൂടെ ഇനി നമുക്കറിയണം. ഇനി നമുക്കിതിൻ്റെ എക്സാമ്പിളാണ് വേണ്ടത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സാമ്പിൾ. കുറച്ച് പറയുന്നുള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇംപ്രൂവ്മെൻറ്റ്, എക്സ്റ്റൻഷൻ, അഡീഷൻ എറ്റ്സെട്ര ഓൺ ഫിക്സഡ് അസറ്റ്. ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങിയാൽ അതിനകത്ത് ഇംപ്രൂവ്മെൻറ്റോ എക്സ്റ്റൻഷനോ അഡീഷനോ വരുത്തിയാൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, കാറ്, ലോറി, ബസ് എന്തുവാം, ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങിയാൽ അത് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പം നമ്മൾ കുറച്ച് പറമ്പ് വാങ്ങിയാൽ അത് നമ്മുടെ പർച്ചേസ് ഓഫ് ലാൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, അക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ മേക്കിംഗ് ഓഫ് ഫിക്സഡ് അസറ്റ്, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. കാരണം അത്രയും നമുക്ക് അസറ്റ് കൂടി, ഫിക്സഡ് അസറ്റ് കൂടി. ഒരു ബിസിനസ്സിൻ്റെ ഫിക്സഡ് അസറ്റിൻ്റെ മൂല്യം കൂടുമെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്.